എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി കാണാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറും ഓയിലും ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു കറുകപ്പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് ഓയിലിൽ കിടന്ന് നന്നായിട്ട് ചൂടായിട്ട് അതിൻ്റെ മണമൊക്കെ പുറത്തേക്ക് വരുമ്പോൾ 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം അപ്പം തന്നെ 5 വെളുത്തുള്ളി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 4 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം ചേർത്തത്. ഒരു മീഡിയം സൈസ് ഉള്ളതൊക്കെ ആണെങ്കിൽ 3 എണ്ണം ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറണം. ചൂടൊന്ന് മാറിയതിന് ശേഷം ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മസാല നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ മസാല മിക്സിയിൽ ഇടുന്നതിന് മുൻപ് നമ്മളിട്ട പട്ട, ഏലക്ക, ഗ്രാമ്പൊക്കെ എടുത്ത് കളയുകയാണെങ്കിൽ ഇങ്ങനെ അരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പാൻ ഒരു പേപ്പർ ടവൽ വെച്ച് തുടച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ആ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ബേ ലീഫ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ബട്ടറിലിട്ട് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ ഈ ബട്ടർ മസാലയ്ക്ക് നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളർ കിട്ടും. സെപ്പറേറ്റ് കളർ ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാല നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലെ തക്കാളിയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്തിരിക്കുന്ന വെള്ളവും മസാലയും കൂടി ഒന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടതിന് ശേഷം 1 ടീസ്പൂണോളം കസൂരി മേത്തി ഇതുപോലെ കൈവച്ച് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി ചേർത്ത് കഴിയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒത്തൻറ്റിക് ഫ്ലേവറും അതുപോലെ തന്നെ ടേസ്റ്റും കിട്ടും. കുറച്ചുകൂടെ ആ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. കാഷ്യൂ പേസ്റ്റ് ചേർത്താലും മതി. ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് വാനില ഐസ്ക്രീം മെൽറ്റ് ചെയ്തിട്ട് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ പനീർ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. മസാലയിൽ കിടന്ന് പനീർ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.